ഓരോ കായികമേളയിലും പുതിയ റെക്കോർഡുകൾ പിറക്കാറുണ്ട്. എന്നാൽ തന്റെ റെക്കോർഡ് തിരുത്തിയ താരത്തെ കാണാൻ പഴയ ആ റെക്കോർഡുകാരൻ വന്നാലോ? അങ്ങനെയൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കായികമേളയിൽ കണ്ടത്. 1988 ജൂനിയർ ബോയ്സ് 100 മീറ്ററിലെ റെക്കോർഡുകാരൻ നീണ്ട 37 വർഷത്തിന് ശേഷം റെക്കോർഡ് തിരുത്തിയ അതുലിനെ കാണാനെത്തി. വർഷമായി കാത്തിരിക്കുകയായിരുന്ന ഒരാൾ തന്റെ വേഗത്തെ മറികടക്കുന്ന ഒരുവനെയും നോക്കി. 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ കാലം 3-ാം നമ്പർ ട്രാക്കിൽ വേഗം കൂട്ടി. ആലപ്പുഴക്കാരൻ അതുൽ റെക്കോർഡ് തിരുത്തി. സന്തോഷം, വളരെ സന്തോഷം. റെക്കോർഡ് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, അറിഞ്ഞില്ല. നമുക്ക് ഗോൾഡ് ആ ഒരു പ്രതീക്ഷയിലായിരുന്നു വന്നത്. പിന്നെ ഫൈനലായപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ച് എവിടെന്നെങ്കിലും കാര്യങ്ങൾക്ക് വരുമെന്ന്, പക്ഷേ വന്നില്ല. സന്തോഷം. 1988 ആ GV രാജയിലെ സ്കൂൾ പയ്യൻ ട്രാക്കിന് പുറത്ത് കാത്തുനിന്നു. തന്റെ വേഗം തിരുത്തിയ പയ്യനെ കണ്ടു. കഴിഞ്ഞ ഒരു ലാസ്റ്റ് വരെ, ഇതിപ്പോൾ 37 അല്ല 36 വർഷം വരെ ഞാൻ എല്ലാ മീറ്റിനും ഇത് വന്ന് കാണാറുണ്ട്. മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഓടുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനമായിട്ടെന്ന രീതിയിൽ ഒരു ക്യാഷ് മണിയൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. അന്ന് മുതലേ ഉള്ളതാണ്, സമീപകാലത്ത് മുതലേ ഉള്ളതാണ്. അത് ഇന്നിപ്പോൾ നമ്മളെ ചുണക്കൂട്ടൻ അത് നേടി, ഇന്നലെ വാങ്ങിപ്പോയി. 1988 രാംകുമാർ 100 മീറ്ററിൽ റെക്കോർഡ് നേടിയത്. കാലം ഒരുപാട് മാറി. ട്രാക്കുകളിലും കായികമേളയിലും വരെ മാറ്റം വന്നു. അപ്പോൾ അന്ന് ഈ ട്രാക്കും ഇതൊന്നും ഇത്ര നല്ലൊരു, അന്നത്തെ കാലത്ത് നല്ല സൗകര്യം ഉണ്ടായിരുന്നില്ല. അതൊരു മണ്ണിൻ്റെ ട്രാക്കായിരുന്നു, കൽക്കരിൻ്റെ ട്രാക്കായിരുന്നു. പിന്നെ ഇന്നത്തെ പോലെ ഈ കുട്ടികൾക്കുള്ള നല്ല സ്പൈക്ക് മറ്റു കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ആകെ ചെറിയൊരു എന്താ പറയുക, ചെരുപ്പ് പോലെയുള്ള ഒരു ഇതാണ് ഈ സ്പൈക്ക് എന്ന് പറയുന്നത്. വിപണിയിൽ കിട്ടാണ്ട് കേട്ടോ, നമുക്ക് അത്ര ഇല്ല. നമ്മളൊരു സാധാരണപ്പെട്ട ഒരാൾ നിലയിൽ അങ്ങനെയുള്ള ഒരു സ്പൈക്ക് വെച്ചാണ് ഞാൻ ഓടിയത്. അന്ന് 10.9 സെക്കൻഡ് സ്റ്റേറ്റിലും 10.8 നാഷണൽ റെക്കോർഡും അന്ന് എനിക്ക് നേടാൻ കഴിഞ്ഞു. ഈ കൂടിക്കാഴ്ചയും ഭംഗിയുള്ളതാണ്. അന്ന് വേഗതയിൽ റെക്കോർഡിട്ടവൻ ഇന്നിതാ അതേ റെക്കോർഡ് തിരുത്തിയവനെ ആലിംഗനം ചെയ്യുന്നു. ഇനിയും റെക്കോർഡുകൾ തിരുത്തപ്പെടട്ടെ, പുതിയ റെക്കോർഡുകൾ ഉണ്ടാവട്ടെ. ഇങ്ങനെ ഭംഗിയുള്ള കാഴ്ചകൾ കായികമേളയെ സുന്ദരമാക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. രാംകുമാർ അതുലിനെ കണ്ടതുപോലെ അതുൽ കാണാൻ പോകുന്നത് ആരെയായിരിക്കും എന്ന് അറിയാനാണ് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അങ്ങനെ പുതിയ താരോദയങ്ങൾ, അതാണല്ലോ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ടത്.